തങ്ങളുടെ മകളുടെ അവസ്ഥ ഇനി മറ്റൊരു കുട്ടികൾക്കും ഉണ്ടാകാതിരിക്കാനായിട്ടാണ് നിയമ നടപടികളുമായി മുന്നോട്ടു പോകുന്നതെന്ന് പത്തനംതിട്ട നാരങ്ങാനത്ത് പേ വിഷബാധയേറ്റ് മരിച്ച ഭാഗ്യലക്ഷ്മിയുടെ പിതാവ് ബിനോജ്. വാക്സിൻ എടുക്കാതെ നായകളെ വളർത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. പോലീസ് അധികാരികളിൽ നിന്നും ആരോഗ്യവകുപ്പിൽ നിന്നും ശക്തമായ നടപടികൾ ഉണ്ടാകാത്ത പക്ഷം കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് ബിനോജും ഭാര്യ ശില്പയും. ആന്റി റാബീസ് വാക്സിൻ എടുത്ത നാരങ്ങാനം നോർത്ത് കണമുക്ക് തറഭാഗം സ്വദേശിനി ശില്പ രാജന്റെയും ബിനോജിന്റെയും മകൾ 7ാം ക്ലാസ് വിദ്യാർത്ഥിനി ഭാഗ്യലക്ഷ്മിയാണ് കഴിഞ്ഞ ഏപ്രിൽ 9 മരിച്ചത്. കഴിഞ്ഞ വർഷം ഡിസംബർ 23 രാവിലെ 7:30 സ്കൂളിലേക്ക് പോകാനായി റോഡിൽ നിൽക്കുമ്പോഴാണ് ഭാഗ്യലക്ഷ്മിയെ സമീപവാസിയായ വിദ്യാധരൻ തുളസിഭായി ദമ്പതികളുടെ വളർത്തുനായ കടിച്ചത്. കുട്ടിയുടെ കൈത്തണ്ടയിലും കാലിലും കടിയേറ്റു. കൈയിലെ മുറിവ് ആഴത്തിലുള്ളതായിരുന്നു. ഉടൻ തന്നെ മുറിവുകൾ സോപ്പിട്ട് കഴുകി 8 മണിയോടെ കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലെത്തിച്ചു. അന്നേ ദിവസം 11 മണിക്ക് മുൻപായി വാക്സിൻ എടുത്ത് ചികിത്സ പൂർത്തിയാക്കി ആശുപത്രി വിടുകയും ചെയ്തു. തുടർന്ന് കൃത്യമായ ഇടവേളകളിൽ 5 വാക്സിനുകളും എടുത്തിരുന്നു. കുട്ടിയെ കടിച്ച നായയും ഇതിന്റെ കടിയേറ്റ മറ്റ് 2 നായകളും ചത്തതോടെ ശില്പ നാരങ്ങാനം പഞ്ചായത്തിലും ആരോഗ്യവകുപ്പിലും പരാതി നൽകി. എന്നാൽ ഇടത് ഭരണത്തിലുള്ള നാരങ്ങാനം പഞ്ചായത്തിന്റെ പ്രസിഡന്റ് മിനി സോമരാജിന്റെ അമ്മാവനായ വിദ്യാധരനെതിരെ നൽകിയ പരാതി സ്വീകരിക്കാൻ കഴിയാത്തവണ്ണം പഞ്ചായത്തിലെ കമ്പ്യൂട്ടറിന് കേട് സംഭവിച്ചിരിക്കുന്നു. ആരോഗ്യവകുപ്പിന് നൽകിയ പരാതിയും ജലരേഖയായി. വാക്സിൻ എടുത്തതോടെ തങ്ങളുടെ കുട്ടി സുരക്ഷിതയായതായി കരുതി ശില്പയും പിന്നീട് പരാതിയുമായി മുന്നോട്ടു പോയില്ല. എന്നാൽ ഏപ്രിൽ 1 കുട്ടിക്ക് അസ്വസ്ഥത ഉണ്ടായതിനെ തുടർന്ന് കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. കുട്ടിക്ക് പനിയാണെന്ന് പറഞ്ഞ് ORS കൊടുത്ത് മടക്കി അയച്ചു. 3 വീണ്ടും അസ്വസ്ഥത അനുഭവപ്പെട്ടതോടെ വീണ്ടും ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വീണ്ടും പനിക്ക് മരുന്ന് നൽകി ഡിസ്ചാർജ് ചെയ്തു. എന്നാൽ കുട്ടിക്ക് സന്നി പോലെ ഉണ്ടായതോടെ ഭയപ്പാടിലായ മാതാവ് ഭാഗ്യലക്ഷ്മിയെ പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഇവിടെ നിന്നും തിരുവല്ലയിലെ ആശുപത്രിയിലേക്ക് മാറ്റുകയും പിന്നീട് അമൃത ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഇവിടേക്കുള്ള യാത്രക്കിടെ ഭാഗ്യലക്ഷ്മിക്ക് കാർഡിയാക് അറസ്റ്റ് ഉണ്ടായി. ഏപ്രിൽ മാസം 9 ചികിത്സയിലിരിക്കെ കുട്ടി മരണപ്പെട്ടു. കുട്ടിയുടെ ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം ആദ്യം ആരോഗ്യവകുപ്പ് നൽകിയത് നെഗറ്റീവ് എന്നാണ്. എന്നാൽ കുട്ടിയുടെ രക്ഷിതാക്കൾ അമൃത ആശുപത്രി അധികൃതരുടെ സഹായത്തോടെ വീണ്ടും നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ കുട്ടിയുടെ മരണം പേവിഷബാധ കാരണമാണെന്ന് സ്ഥിരീകരിച്ചത്. തുടർന്ന് ഭാഗ്യലക്ഷ്മിയുടെ മാതാപിതാക്കൾ ജില്ലാ പോലീസ് മേധാവിക്കും DMOയ്ക്കും പരാതി നൽകി. തന്നെ നമ്മൾ രാവിലെ സ്കൂളിൽ പോകാൻ നിന്ന കുട്ടിയാണ്, ബസ് കാത്തു നിന്നാണ്. പിന്നെ അന്നേരം തന്നെ പട്ടി കടിച്ചപ്പോൾ തന്നെ ഉപ്പാപ്പൻ്റെ വീട് അടുത്താണ്. അവിടുത്തെ മൂത്ത മോള് കുഞ്ഞിൻ്റെ കൈ നല്ലപോലെ കഴുകി സോപ്പൊക്കെ ഇട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി അത് കഴിഞ്ഞ് കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുവന്ന് വാക്സിൻ എടുത്തു. മുറിവിലും വാക്സിൻ എടുത്തു. എല്ലാം ചെയ്തു. 4 ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു, അതും പൂർത്തീകരിച്ചാണ്. പിന്നീട് ഇത് ഒരു വളർത്തുനായാണ് കടിച്ചതും. 2-3 വീടിന് വ്യത്യാസമേ ഉള്ളൂ. അവരുടെ പേര് തുളസിഭായി എന്നാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പരാതി പഞ്ചായത്തിലും കൊടുത്തിരുന്നു, ആരോഗ്യവകുപ്പിലും കൊടുത്തിരുന്നു, എല്ലായിടത്തും കൊടുത്തിരുന്നു. ആരും തിരിഞ്ഞു പോലും ഒരു പ്രതികരണമോ ഒരു കാര്യങ്ങളോ ഇല്ല. പഞ്ചായത്ത് സെക്രട്ടറിയെ വിളിച്ചപ്പോഴാണെങ്കിലും പരാതി കൊടുത്തതിന് സിസ്റ്റം കംപ്ലയിൻ്റ് ആണെന്നാണ് പറഞ്ഞത്. അത് അങ്ങനെ പോലും നമുക്ക് റിപ്പോർട്ട് അമൃതയിൽ ചെന്നപ്പം വിളിച്ച് ചോദിച്ചപ്പോഴാണ് അത് മാസങ്ങൾ 2-3 ആയിട്ട് പോലും എങ്ങൊന്നും ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നാണ് ഉള്ളതാണ് സത്യം. പഞ്ചായത്തിൽ നിന്നും വന്നില്ല, ആരോഗ്യവകുപ്പിൽ നിന്നും വന്നില്ല. DMO പോലും അറിയുന്നത് പിന്നീട് ഈ അമൃതയിൽ കുഞ്ഞിന് പേവിഷബാധയാണെന്ന് ഡോക്ടർമാർക്ക് സംശയം വന്ന് ഈ ടെസ്റ്റുകളെടുത്ത് ലാബിലോട്ട് വിട്ട് കഴിഞ്ഞാൽ പിന്നാണ് ഈ പത്തനംതിട്ട DMO പോലും ഇങ്ങനൊരു സംഭവം നാരങ്ങാനം പഞ്ചായത്തിൽ നടന്നതറിയുന്നത്. അതിനു മുമ്പ് DMOയ്ക്ക് പോലും ഇങ്ങനൊരു റിപ്പോർട്ടോ ഒന്നും ഈ താഴെയെന്ന് പോലും മേലധികാരികൾക്ക് പോയിട്ടില്ല. എല്ലാം പൂഴ്ത്തി വെക്കുമായിരുന്നു. ഞങ്ങളുടെ പരാതി ഉൾപ്പെടെ എല്ലാം പൂഴ്ത്തി വെക്കുമായിരുന്നു. പിന്നെ വാക്സിനിൽ നമുക്കൊട്ടും വിശ്വാസമില്ല. ഇനിയും എൻ്റെ കുഞ്ഞിന് സംഭവിച്ച പോലെ ഒരു ആപത്ത് മറ്റൊരു കുഞ്ഞിനും ഉണ്ടാകരുത്. ഒന്നുകൂടെ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതും ഒരു ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പം ഞാൻ ഈ അലക്ഷ്യമായിട്ട് വളർത്തുനായെ കൈകാര്യം ചെയ്തതിൽ ആ വീട്ടുകാർക്കെതിരെ ഞാനൊരു പരാതി ആറന്മുള സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് വലിയ പ്രതികരണങ്ങളൊന്നും ഇല്ലാഞ്ഞപ്പോൾ ഞാൻ പത്തനംതിട്ട SP ഇന്ന് കൊണ്ടുപോയി ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ
ഇനിയും ഇതുപോലെ വളർത്തുനായ്കളെ വീട്ടിൽ വളർത്തുന്നവർ വാക്സിൻ എടുക്കുകയും അതിൻ്റെ ലൈസൻസ് കയ്യിൽ സൂക്ഷിക്കുകയും വേണം. പിന്നെ തെരുവ് പട്ടികൾ, അലഞ്ഞു നടക്കുന്ന പട്ടികളെ പഞ്ചായത്തിൻ്റെ അധീനതയിൽ നിയന്ത്രിച്ച് എത്രയും നായ്കളെ ബന്ധീകരിക്കുകയോ അല്ലെങ്കിൽ അതിന് താമസ സ്ഥലമോ ആഹാരമോ കൊടുക്കുന്നിടത്ത് ആക്കുകയും ചെയ്യണമെന്ന് ഒരപേക്ഷ ഉണ്ട്.